ഇത്ത കുറച്ചായല്ലോ വീഡിയോസ് കണ്ടിട്ട് ബിസിനസ് നിർത്തിയോ, ഇപ്പോൾ പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വീഡിയോ ഇടാത്തത്? വീഡിയോ ഇടാതൊന്നും നിന്നിട്ടില്ല, വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അത് നമ്മൾ കൊടൈക്കനാൽ പോയതും അങ്ങനെ പിന്നെ 2-3 പ്രൊമോഷൻ വർക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. ഇത് പറഞ്ഞ പോലെ വീഡിയോ ഇടുന്നുണ്ട് മാത്രം നിങ്ങൾ കാത്തു നിൽക്കണ്ട. നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടോ എപ്പോൾ എല്ലാം 92-078-15-205 എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് വിട്ടാൽ മതി. വേറെ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോള് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വിട്ടാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മറുപടി ഒരിക്കലും വേഗൂല, തരാതിരിക്കൂല. അപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോക്കിന് വേറെ ഓരോരോ പിന്നെ 2-3 കല്യാണത്തിൻ്റെ വർക്ക് ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഡ്രസ് കോഡ് ഇതൊക്കെ ആയപ്പോൾ നേരം വൈകിയതാണ്. നൈറ്റ് തന്നെ പിന്നെ അടിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളത് വേറെ ഒരുപാട്. പിന്നെ അതുപോലെ ലക്ഷദ്വീപിലേക്ക് ഒരു 150 പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ റീറ്റെയിലായിട്ട് നമുക്ക് ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കാനുള്ള ഓർഡർ ഉള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ കൂടുതൽ പീസുകൾ എടുക്കാൻ നിന്നപ്പോക്കിന് വേറെ ഓരോരോ ഷോപ്പിലേക്കുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ഇതിലിടാൻ മാത്രമുള്ള പീസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാലും നമ്മളെ കയ്യിലുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചാലും ചിലതൊന്നും ഒരുപാട് പീസുകൾ കിട്ടാതാകുമ്പോൾ വീഡിയോ ഇടൂല. അത് നമ്മൾ ഡയറക്റ്റുള്ള ആൾക്കാർക്ക് തന്നെ ആവശ്യം വരുമ്പോൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അർജൻറ്റുകാർ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതൊന്നും നോക്കൂല, ഉള്ള പീസുകളെ ഫോട്ടോസ് അയച്ചു തരും. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളോട് പ്രത്യേകം വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രാധേച്ചിൻ്റെ കാര്യം. രാധേച്ചി പൊന്നാലിയിലുള്ളതാണ്. അവർ വീടിൻ്റെ ചെറിയൊരു ഷോപ്പ് പോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അവരുടെ കാർ പോർച്ചിൽ ചെറിയൊരു ഇതൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളൊരു ബിസിനസ് ആയിരുന്നു. അപ്പോൾ അത് പച്ച പിടിച്ച് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഷോപ്പായിട്ട് തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഉള്ള സ്ഥലത്ത് ഒരു ഷോപ്പ് പോലെ കെട്ടി നന്നായിട്ടാക്കിയിട്ടുണ്ട്. അടുത്ത മാസം അതിൻ്റെ ഇനാഗുറേഷൻ വരും. ഇനാഗുറേഷൻ നിങ്ങൾ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ വീഡിയോയിൽ പറയണം. നിങ്ങളെ കാരണമാണ് ഞാൻ ചെറുത് തുടങ്ങിയത്, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരി ആയത്, ഷോപ്പ് ഇടാൻ വരെയുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളെ വീഡിയോ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് ഈ സന്തോഷങ്ങൾ പറയണം. വീഡിയോയിൽ എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ചിലർ ഞാൻ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഒരു വീതം വീഡിയോയിലൊക്കെ കമൻറ്റും സപ്പോർട്ടും ഒക്കെ ആയിട്ട് വരുന്ന ആളാണ് രാധേച്ചി. ഇന്ന് നല്ല നമുക്ക് എന്താ പറയുക, നമ്മൾ പലരും എന്താ പറയുക മെറ്റീരിയൽ എടുത്തിട്ടാണ് പോവും, പിന്നെ യാതൊരു വിവരവും ഉണ്ടാവില്ല. പക്ഷേ മെറ്റീരിയൽ എടുത്താലും ഇനി അത് കിട്ടിയാലും അത് സ്റ്റിച്ച് ചെയ്താലും സന്തോഷത്തിൽ ആദ്യത്തത് അടിച്ചിട്ട് ഫോട്ടോസ് അയച്ചാൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാര്യങ്ങൾക്ക് വരെ വലിയ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് രാധേച്ചി. അങ്ങനെയുള്ളവർക്ക് തന്നെ എന്താ പറയുക ഉയരത്തിലെത്താനും പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഫോട്ടോ അയച്ചു തരേണ്ടതും ഇതുകൊണ്ടേ വലുതാവുള്ളൂ എന്നല്ല. നമ്മൾ എന്ത് ചെറിയ കാര്യം, ഒരുവിധ ആൾക്കാരൊക്കെ ചോദിക്കുക എന്ത് ലാഭപ്പതി എന്നുള്ളത്. ഒരു 20 ഉറുപ്പ്യയുണ്ട്, 30 ഉറുപ്പ്യയുണ്ട്, ചിലർ പറയും 60 ഉറുപ്പ്യയുണ്ട്, അതുകൊണ്ട് എന്താവാനാ. പക്ഷേ ആ 60 ഒരു 10 പീസിൽ നിന്ന് 60 കിട്ടിയാൽ 600 ആയിന്ന് ചിന്തിക്കൂല. ചെറിയ ചെറിയ ലാഭങ്ങളാണ് നമ്മളെ വലുതിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഒരുവിധം പേരൊന്നും ചിന്തിക്കൂല. ലാഭം എന്ന് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ നഷ്ടമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ചെറുതൊരു വരുമാനം കിട്ടി, അതുകൊണ്ട് എൻ്റെ ചെറിയ കാര്യങ്ങൾക്കെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ, പിന്നെ ഒരു പണിയില്ലാതെ എൻ്റെ വീട്ടുജോലി കഴിഞ്ഞിരുന്നിട്ട് ഞാനങ്ങനെ അന്തം വിട്ട് ആലോചിച്ചിരിക്കണോണ്ടാണ് എൻ്റെ മൈൻഡിൽ വേണ്ടാത്ത കാര്യങ്ങൾ വരേണ്ടത്, എൻ്റെ സങ്കടങ്ങൾ കൂടുന്നത്, പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മൾ ഒരു കാര്യമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചറിയാൻ നടക്കും. അപ്പോൾ അവരുടെ വിഷമം കൂടി കേൾക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മളെ തലയിലാവും. മൊത്തത്തിൽ ഒന്നും ചിന്തിക്കാതെ അന്തം വിട്ടിരിക്കാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് വേണം. അതേ നൈറ്റി ബിസിനസ് ആണെന്നൊന്നുമില്ല, എന്ത് ബിസിനസ്സായാലും എന്ത് ജോലിയായാലും എന്ത് കാര്യമായാലും. ഇനി ഒന്നുമില്ല, ഒന്നും പറ്റണില്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് കുറച്ച് ചെടികൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ നഴ്സറി കൊണ്ടുപോയി കൊടുത്താലും അതൊരു കാര്യം. ഇനി നഴ്സറി കൊണ്ടുപോയി കൊടുക്കണില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിലൊരു പൂന്തോട്ടം ഉണ്ടാക്കുക. അപ്പോൾ അതിനെ നോക്കി അങ്ങനെ നടക്കുക, അതിൻ്റെ ഇലകളും പൂവുകളും വരുന്നത് നോക്കുക. നമ്മളെ മനസ്സിന് എന്താണോ സന്തോഷം കിട്ടേണ്ടത് ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. നമ്മൾ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഓവർ ഇടപെടില്ല.
ഓവർ ഇടപെടലും ഓവർ ചിന്തകളും ഇല്ലാതാകുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പോവും. അപ്പം നമുക്ക് നമ്മളെ മക്കളോട് നേരെ നിൽക്കുക, ഭർത്താവിനോട് നേരെ നിൽക്കുക, അമ്മായിമ്മ എന്ത് ചെയ്യാതാലും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻ്റുകൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുണ്ട്. സ്റ്റിച്ചിങ് ആയപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്ന എൻ്റെ മനസ്സിൽ പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. എങ്ങനെ വെറൈറ്റി ആക്കിയിട്ട് എടുക്കുക, ഇതെങ്ങനെ ആ കസ്റ്റമർ ഈ വാങ്ങുന്ന കസ്റ്റമർ ഇട്ടാൽ ഇതെങ്ങനെ ഉണ്ടാവും, ഈ കളർ അങ്ങനെ മനസ്സിൽ വരും. ഇത് ഇവിടെ ഈ ഭാഗം വന്നാൽ എൻ്റെ ഈ ഭാഗത്താണ് മുമ്പ് മിസ്റ്റേക്ക് വന്നത്, അപ്പോൾ ഈ ഭാഗം ക്ലിയർ ചെയ്യണം. ഇനി അതും അല്ലെങ്കിൽ ഇതൊന്ന് മോഡൽ പാറ്റേൺ മാറ്റി നോക്കിയാലോ, ഇവിടെ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പുറമേയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണിത്. അതിനാണ് ഞാൻ ആദ്യം ചാൻസ് കൊടുത്തത്. രണ്ടാമത്തതാണ് ലാഭം ഞാൻ മാറ്റിയത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഒരു കസ്റ്റമർ ഇട്ടാണ്ട് പോകുമ്പോഴുള്ള സന്തോഷം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷത്തിന് തുടങ്ങിയതാണ് ഞാൻ ഈ കാര്യങ്ങൾ. അതാണ് ഇന്ന് എൻ്റെ വലിയ സാമ്പത്തിക ഭദ്രതയായിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. ഇപ്പോൾ ഒരു സാധനം എനിക്ക് കാണുകയാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കണേ, എനിക്കത് കാക്കുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കൂല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് കാണുകയാണെങ്കിൽ എനിക്കത് വാങ്ങണമെങ്കിൽ കാക്കു ഞാനത് വാങ്ങട്ടെ എന്ന് പറഞ്ഞാണ്ട് കാക്കുവിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ടിനെ കാക്കുവിൻ്റെ ആവശ്യങ്ങൾ കാക്കു നടത്തിക്കോട്ടെ, കാക്കുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ഫോണിൽ ഇപ്പോൾ ഞാൻ ഇന്നത്തെ നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ വീണ്ടും നെറ്റിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് കയറ്റി തരുമോയെന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയ നമ്മളെ മക്കൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഒരു പെരുന്നാളിന് മക്കൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടികളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് നമ്മൾ അങ്ങാടിയിലൂടെ ഒന്ന് പോകുമ്പോൾ അവിടെ ഡിസ്പ്ലേ വെച്ച് ചെറിയൊരു ഭംഗിയുള്ള ഉടുപ്പ് കണ്ടാൽ ഇതിൻ്റെ സുന്ദരിക്കോ അതെടുത്താൽ എന്ത് ഭംഗി ഉണ്ടാവും, ഒന്ന് വാങ്ങിയാലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വാങ്ങാം. കാരണം ഒരു ഡ്രസ്സ് എടുത്ത ആ ഭർത്താവിനോട് വീണ്ടും മൂക്ക് അതും കൂടി എടുത്താലോ എന്ന് ചോദിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അങ്ങേപ്പുറത്ത് അതിലും വേറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭർത്താവ് ചൂടാവുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മളെ സന്തോഷത്തിൽ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിലൊന്ന് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും, അനുഭവിക്കാത്തവരെന്ത് ചെയ്യാം, ഞാനീ പറഞ്ഞത് വെറും തള്ളാക്കിയിട്ട് മാറ്റിയിടുക. ഇതിൻ്റെയൊക്കെ ഏകദേശ വശങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ സന്തോഷമുള്ള ഈ വശങ്ങൾ അനുഭവിച്ച ആളുമാണ്. നമ്മളെ അനുഭവം തന്നെയാണ് നമ്മൾ നിങ്ങളോടൊക്കെ പറഞ്ഞു ആക്കേണ്ടത്. അപ്പോൾ ഇത് 320 അജ്രക്കിൻ്റെ പീസുകളാണ്. വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വേഗം ഇതിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി. 70 പീസുകളെ ടോട്ടലുള്ളൂ, കൂടുതൽ പീസുകളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഇടാത്തതിന് കംപ്ലൈൻറ്റ് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. നമ്പർ ഈ വീഡിയോ തന്നെ ഉണ്ട്.